ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഇന്ന് വന്നേക്കുന്നത് വ്ളോഗായിട്ടാണ്. അപ്പോൾ ജൂലൈ 26 സയാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ എന്താ പറയുക, കുറേ നാളിങ്ങനെ വീഡിയോസ് ഇടാത്തതുകൊണ്ടേ എനിക്കിപ്പോൾ വീഡിയോ ഇടാൻ ഭയങ്കര മടിയാണ്. വീഡിയോ എടുത്ത് കഴിയുമ്പോൾ പിന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായതുകൊണ്ടാണ് പിന്നെ ഗ്യാപ്പ് ഇട്ടിട്ട് അങ്ങനെ വീഡിയോ ഇടുന്നത്. പിന്നെ ഇപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ ബർത്ത്ഡേയുടെ ദിവസം രാവിലെ ഞാൻ കുറച്ച് സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സയാന് സേമിയ പായസമാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ പിന്നെ വേറെ പായസം ഒന്നും ഉണ്ടാക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പായസം നെയ്ബേഴ്സിൻ്റെ വീട്ടിലൊക്കെ കുറച്ച് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സാധാരണ സ്കൂളിൽ പോകുന്ന ദിവസം രാവിലെ 1/4 കപ്പ് പാൽ മാത്രം ചിലപ്പോൾ കുടിക്കാറുള്ളൂ കേട്ടോ. ഇന്ന് പിന്നെ ഞാൻ ഉറങ്ങി എണീച്ചപ്പോൾ പായസം ഉണ്ടാക്കിയത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒന്ന് ഫ്രഷൊക്കെ ആക്കി ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയതിന് ശേഷം കുറച്ച് പായസം കൊടുത്തു നോക്കി തണ്ടാം. അങ്ങനെ 1-2 സ്പൂൺ പായസം കഴിച്ചുള്ളൂ. പിന്നെ അങ്ങനെ റെഡി ആയതിന് ശേഷം നൈബേഴ്സിൻ്റെ വീട്ടിൽ പായസം കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് മുൻപിലെ സയൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. അപ്പോൾ ഇല്ലുമിനാറ്റി ഡാൻസാണ് കേട്ടോ. ഡാൻസിൻ്റെ സ്റ്റെപ്പ് വെച്ചിട്ട് ഡാൻസ് കളിക്കുകയാണ്. എങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് കുറേയൊക്കെ ട്രൈ ചെയ്തതിന് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ സയാൻ്റെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള സ്നാക്ക് ബോക്സിൽ ഇന്ന് ഗോതമ്പ് ദോശയാണ് വെച്ച് കൊടുത്തത്. അങ്ങനെ ബാഗൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ സയാനെ സ്കൂളിൽ ആക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അങ്ങനെ പായസം കൊടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ഫ്ലാറ്റിലുള്ളൊരു ചേച്ചി സയാന് ബിസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൈ പിടിച്ചിട്ടാണ് സ്കൂളിൽ പോകുന്നത്. സയാൻ്റെ സ്കൂളിൽ കേക്ക് കട്ടിങ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേക്ക് ഈ ഒരു ബേക്കറിയിൽ സ്കൂളിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ബേക്കറിയിൽ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു തലേ ദിവസം. അപ്പോൾ രാവിലെ ഒരു 8:45 9 o'clock വേണമെന്ന് കറക്റ്റ് ടൈമിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അപ്പോൾ കേക്ക് അവർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് അവിടെ അടുത്ത് തന്നെയുള്ള വേറൊരു ബേക്കറിയിൽ പോയിട്ട് കേക്ക് വാങ്ങിച്ചു. അപ്പോൾ ഇവിടെ ബ്ലാക്ക് ഫോറസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ പേര് എഴുതാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ജസ്റ്റ് കേക്കൊക്കെ മാത്രം വാങ്ങിച്ചു, പേരൊന്നും എഴുതിയില്ല. അപ്പോൾ അവിടെ അടുത്തുള്ള 2-3 ബേക്കറി നോക്കിയപ്പോഴത്തേക്കും രാവിലെ തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഇവിടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ കേക്കൊക്കെ വാങ്ങിച്ചത്. തലേ ദിവസം തന്നെ കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ സയൻ്റെ സ്കൂൾ എത്തിയിട്ടാ. താങ്ക് യു ബോൾ. ഓക്കെ മാം, ലൈറ്റായി പോയി. അപ്പോൾ അതങ്ങനെ സയൻ്റെ സ്കൂളിൽ കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ ഫോട്ടോസ് മാം അയച്ചെന്നാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഇന്ന് ഈവനിങ് ഫ്ലാറ്റിലുള്ള കിഡ്സിനെ മാത്രം വെച്ചിട്ട് ചെറിയൊരു പാർട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കാമായിരുന്നു. പിന്നെ അപ്പോൾ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി വെച്ച് കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്തതിന് ശേഷം വേണം സയനെ സ്കൂളിലേക്കൊന്ന് വിളിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ചിക്കൻ കറിയൊക്കെ റെഡിയായി. അപ്പോൾ ഇന്ന് സയാനെ വിളിക്കാൻ എത്തിയപ്പോഴത്തേക്കും കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സയാൻ്റെ മിസ്സാണിത്, രാഖി മിസ്സ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് കട്ട് ചെയ്തിട്ട് വായിൽ വെച്ചെടുത്തപ്പോഴത്തേക്കും കഴിച്ചില്ല എന്നാണ് പറഞ്ഞത്. സാധാരണ അവൻ കേക്കൊന്നും കഴിക്കാറില്ല. പിന്നെ നമ്മൾ സ്കൂളിൽ നിന്ന് സയാനെ പിക്ക് ചെയ്തതിന് ശേഷം ഞാനും സയാനും കൂടിയിട്ട് ലുലുവിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഹസ്ബൻഡ് അവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും സയാനും കൂടി മെട്രോയിൽ കയറിയിട്ട് ലുലുവിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ മെട്രോ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ട്രെയിനകത്തേക്കാ അങ്ങനെ നമ്മൾ ലുലു മോളിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡ് ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡും പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് എത്തിയത്. പിന്നെ സയൻ സ്കൂളിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ബാഗ് ഉണ്ടല്ലോ, അതൊന്ന് കാറിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് കാറിലൊക്കെ ബാഗ് വെച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്.
പിന്നെ വൈകുന്നേരം ഫ്ലാറ്റിൽ ചെറിയൊരു പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിന് വേണ്ടി കേക്കൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ലുലു വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ തലേദിവസം ഓർഡർ ചെയ്ത കേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ വിചാരിച്ചു ഇവിടെ നിന്ന് കേക്കൊക്കെ വാങ്ങിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാരഗണിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ബിരിയാണിയാണ് കഴിച്ചത്. പിന്നെ ചെറിയൊരു പേസ്ട്രി വാങ്ങിച്ചൊന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ സാധാരണ സയൻ കേക്ക് കഴിക്കാറേ ഇല്ല കേട്ടോ. ഇത് എന്താണെന്നറിയില്ല, ചോക്ലേറ്റിൻ്റെ കണ്ട ഫിംഗറിലൊന്നും ഇങ്ങനെ എടുത്ത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അതാ സയൻ ഒരു സ്പൂണൊക്കെ വെച്ച് കട്ട് ചെയ്യിക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. ഇതുവരെ സയൻ ഒരു കഷ്ണം കേക്ക് പോലും വെറുതെ ടേസ്റ്റ് പോലും ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. പക്ഷേ ഇന്ന് എന്തോ ഈ ഒരു പേസ്ട്രിയിൽ നിന്ന് ഒരു കഷ്ണം കൊടുത്ത് നോക്കിയപ്പോഴത്തേക്കും കഴിച്ചിട്ടാ. സയൻ ഇവിടെ നിന്ന് കുറച്ച് മാത്രം ഫുഡ് കഴിച്ചുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് പേസ്ട്രിയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇനി ഹൈപ്പറിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ കാര്യമായിട്ടുള്ള തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ജാൻ കുറച്ച് ദിവസമായി പറയുന്നു സ്ട്രോബെറി വേണമെന്ന്. അങ്ങനെ ഇപ്രാവശ്യം ലുലു വന്നപ്പോഴത്തേക്കും സ്ട്രോബെറി കിട്ടി. അങ്ങനെ ഒരു ബോക്സ് സ്ട്രോബെറി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ മെയിനായിട്ട് ജാന് വേണ്ടിയിട്ട് കേക്കും മേടിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ കേക്കും കിട്ടിയിട്ടാണ് ഇവിടെ നിന്ന്. അങ്ങനെ ആ കേക്കിലെ പേരൊക്കെ എഴുതി ചെയ്തതിന് ശേഷം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോഴത്തേക്കും ജാൻ ഉറങ്ങിപ്പോയിട്ടാണ്. അങ്ങനെ ഞാൻ സോഫയിലാണ് കിടത്തിയത് ജാന്. പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും ഇതാ ഉമ്മയും അനിയത്തിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ജാന് വേണ്ടിയിട്ട് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ, നമ്മളൊരു ചെറിയൊരു സാധനം വാങ്ങിച്ചിട്ട് വെറുതെ റാപ്പ് ചെയ്ത് കൊടുത്താൽ പോലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യുമ്പോൾ അവർ ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് അവരുടെ ഫേസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഉമ്മ വാങ്ങിച്ചിട്ട് ഇങ്ങനെ റാപ്പൊക്കെ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞത്. ഞങ്ങളും വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ റാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കൊടുക്കുന്നത്. അത് എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കേട്ടോ. ജാന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ടോയാണ് കേട്ടോ. ഡക്കുള്ള ടോയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഫുഡൊക്കെ കഴിപ്പിച്ചു. അങ്ങനെ കുറച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഒന്ന് ഫ്രഷൊക്കെ ആക്കിയതിന് ശേഷം ഇനി നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഈവനിങ് ഫ്ലാറ്റിൻ്റെ മുകളിലുള്ള ഒരു ഹാളിൽ കിഡ്സിൻ്റെ ഒരു പാർട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് ഫ്രഷായി റെഡിയൊക്കെ ആയിട്ട് നമ്മളിതാ ഇറങ്ങുകയാണ് കേട്ടോ. ഒരു 8 മണിക്കായിരുന്നു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ജാൻ്റെ കേക്കിൽ ജസ്റ്റ് ഒന്ന് ക്യാൻഡിലൊക്കെ ഒന്ന് കത്തിച്ച് വെക്കുകയാണ്. ക്യാൻഡിലൊക്കെ ഊതാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കുറച്ച് ബലൂണൊക്കെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ. പിന്നെ കുട്ടികളൊക്കെ തന്നെ 8 മണിക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ സോങ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൊടുക്കാത്തത് കേട്ടോ. കാരണം കോപ്പിറൈറ്റ് അടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ കേക്ക് കട്ട് ചെയ്തു. അങ്ങനെ ജാന വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പിന്നെ ജാന അങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗിഫ്റ്റ് തന്നതിനും വിഷ് ചെയ്തതിനും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.
അങ്ങനെ കുറച്ച് നേരം കുട്ടികളൊക്കെ കൂടി കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഡിന്നറിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പത്തിരി ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതായിരുന്നു ഫുഡ് ഉണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ കുറച്ച് നേരം കളിച്ചതിന് ശേഷം ആണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചത് കേട്ടോ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് വെച്ചതുകൊണ്ടാണ് പിന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊന്നും കൊടുക്കാത്തത്. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അങ്ങനെ വീട്ടിലെത്തിയിട്ട് സായന് കിട്ടിയ ഗിഫ്റ്റൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ സായൻ തന്നെയാണ് അൺബോക്സ് ഒക്കെ ചെയ്യുന്നത്. സ്പൈഡർമാൻ്റെ ടോയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ സ്പൈഡർമാനെ കണ്ടപ്പോഴത്തേക്കും സ്പൈഡർമാൻ മതി കേട്ടോ. ബാക്കിയുള്ള ആ സ്ലൈഡിങ് ബോർഡൊന്നും വേണ്ട. മാഷാഅല്ലാഹ് അങ്ങനെ സയാന് 3 വയസ്സായിട്ടാണ്. പിന്നെ എത്ര പെട്ടെന്നാണ് ഓരോ ഇയേഴ്സും കടന്നു പോകുന്നത് എന്നുള്ളതാണ്. പിന്നെ എന്താ പറയുക, ഓരോ ബർത്ത്ഡേക്കും ഓരോ ചേഞ്ചസാണ്. അപ്പോൾ ഇത്രയും നാൾ നമ്മളാണ് ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഈ കൊല്ലത്തെ ബർത്ത്ഡേക്ക് സയൻ തന്നെ അൺബോക്സ് ചെയ്യാണ് കേട്ടോ ഗിഫ്റ്റൊക്കെ. ഡിസൈൻ ലാപ്ടോപ്പ് പിന്നെ ഉണ്ടല്ലോ, സയാൻ്റെ ബർത്ത്ഡേ തലേ ദിവസം നമ്മുടെ ഫ്ലാറ്റിലുള്ള ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ബർത്ത്ഡേക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തലേ ദിവസം വന്നതാണ്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ സയനെ കാണാൻ വന്നതിനും വിഷ് ചെയ്തതിനും ഗിഫ്റ്റൊക്കെ തന്നതിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതാണ് അവർ കൊണ്ടുവന്ന ഡ്രസ്സ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഉണ്ടല്ലോ, ഇത് വേറൊരു ദിവസം എടുത്തതാണ് കേട്ടോ. സയന് വേണ്ടിയിട്ട് സയൻ്റെ അങ്കിള് ഓർഡറാക്കി കൊടുത്ത ഒരു ട്രക്കാണ് കേട്ടോ.
ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഹസ്ബൻഡ് സയാന് വേണ്ടിയിട്ട് ഓർഡർ ആക്കിയതാണ്. അപ്പോൾ ഡെക്കാത്തലോണിൽ പോയി കണ്ടതിന് ശേഷം സ്കൂട്ടർ ഭയങ്കര ഇഷ്ടമാണ് സയാന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഓൺലൈനിൽ ഓർഡർ ആക്കിയതാണ് കേട്ടോ. സൂപ്പർമാൻ്റെ സ്കൂട്ടറാണ് കേട്ടോ, റെഡ് കളറിലുള്ളത്. അപ്പോൾ ഇത് കൊടുന്ന സമയത്ത് സയാൻ ഉറങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് അതൊന്ന് സെറ്റാക്കി വയ്ക്കായിരുന്നു കേട്ടോ ഹസ്ബൻഡ്. പിന്നെ അതാ അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം സയാൻ അതൊന്ന് ഓടിച്ച് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ. ഇത് ഫിഷിനെ ക്യാച്ച് ചെയ്യുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ഫിഷ് ഉണ്ടാവും, പിന്നെ ഒരു 4 ഹുക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് 4 പേർക്കൊക്കെ വെച്ചിട്ട് കളിക്കാവുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ ഒരു തവണ നമ്മൾ ഹാംലീസിൽ പോയപ്പോഴത്തേക്കും അവിടെ ഡെമോക്ക് വെച്ചിട്ടുണ്ടായിരുന്നതിൽ ഞാൻ കുറച്ച് നേരം കളിച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഓൺലൈനിൽ ഓർഡർ ആക്കിയതാണ്. ഇത് കണ്ടോ, ഇതാണ് ഹുക്ക്. അപ്പോൾ പല കളേഴ്സിലുള്ള ഹുക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കിങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഗെയിം കൂടിയാണ് കേട്ടോ. സ്പൈഡർമാൻ പിടിച്ചിരിക്കണോ? സ്പൈഡർമാൻ, സ്പൈഡർമാൻ, ടിൻ 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 സ്പൈഡർമാൻ, സ്പൈഡർമാൻ, സയാന. ഇത് ഞാൻ നെക്സ്റ്റ് ഡേ രാവിലെ എടുത്ത വീഡിയോ ആണ്. സാറ്റർഡേ സയാൻ്റെ സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ, ടീച്ചർ പാരൻറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സയാൻ്റെ സ്കൂളിൽ വന്നതാണ്. ഇതൊക്കെ സയാനെ കൊണ്ട് ചെയ്യിക്കുന്ന ഓരോ ആക്ടിവിറ്റീസാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അവർക്കുള്ള ബുക്സിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആക്ടിവിറ്റീസാണ് കേട്ടോ. പിന്നെ സ്കൂളിലൊക്കെ ആകുമ്പോഴത്തേക്കും മിസ്സ് പറയുന്ന പോലെ ചെയ്യും. വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്രയോൺസൊക്കെ വെച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അവിടെ കണ്ടോ, നീറ്റിൽ അവർ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞ് വരപ്പിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് മന്തി വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പാർസൽ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. പിന്നെ ഞങ്ങൾ സയാൻ്റെ സ്കൂളിൽ മീറ്റിങ്ങിന് പോയിരുന്ന സമയത്ത് വീട്ടിൽ വാപ്പയും അനിയനും കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഞ്ചിന് ഇന്ന് മന്തി വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പാർസൽ വാങ്ങിച്ചിട്ട് പോയതാണ്. പിന്നെ സയാന് വേണ്ടിയിട്ട് ഒരു കേക്ക് വീട്ടിൽ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. വാപ്പയും അവരൊന്നും ഇന്നലെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കേക്ക് വാങ്ങിച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. സ്പൈഡർമാൻ്റെ തീമാണ്. ഇപ്പോൾ സയാന് സ്പൈഡർമാൻ്റെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കേക്കും കൂടെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ കേട്ടോ. ഇന്ന് കണ്ടോ, കേക്ക് കൊടുത്തിട്ട് കഴിച്ചില്ല. ഇന്നലെ എന്തോ ഒരു പീസ് അങ്ങനെ കഴിച്ച്, ഇന്ന് തീരെ കഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ ഒന്ന് എല്ലാം പീസസ് ആക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ്.
പിന്നെ ഇതാ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ലഞ്ചൊക്കെ കഴിക്കാൻ കേട്ടോ. ഞാൻ പറഞ്ഞില്ല നമ്മൾ മന്തി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ വരുന്ന വഴിക്ക്. അൽ ഡ്രീമിൽ നിന്നാണ് കേട്ടോ മന്തി വാങ്ങിച്ചത്. പിന്നെ ഇതാ സയാൻ സ്പൈഡർമാൻ്റെ ആ ഡ്രസ്സൊന്നും അഴിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ, മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ കുറേ പറഞ്ഞതിന് ശേഷം കുറച്ച് ചോറൊക്കെ കഴിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ. പിന്നെ ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സയാൻ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞങ്ങളിവിടെ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അങ്ങനെ കുറേ പറഞ്ഞ് കേൾക്കുന്നില്ല എന്നുള്ളതിലേക്കും ഫോഴ്സ് ചെയ്ത് അഴിച്ച് കുറേ കരയൊക്കെ ചെയ്തിട്ടാണ്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. ഇനി നമ്മൾ മെട്രോ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ലുലുവിലേക്ക് പോകാൻ കേട്ടോ. പിന്നെ എന്താണ് കുറച്ച് ചിക്കൻ, കുറച്ച് ഫിഷ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ പിന്നെ ലുലുവിൽ പോയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മെട്രോ കയറിയിട്ട് ലുലുവിൽ പോകാൻ കേട്ടോ. അപ്പോൾ ഞാനും ഉമ്മയും അനിയത്തിയും സയാനും കൂടിയിട്ടാണ് പോകുന്നത് കേട്ടോ. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ സൺഡേ ആണ് വന്നത്, അപ്പോൾ അതിൻ്റേതായ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഹസ്ബൻഡ് ലുലുവിലേക്ക് നേരെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒന്ന് MG റോഡൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് പിന്നെ ലുലുവിലേക്ക് വന്നത്. അപ്പോൾ ഹസ്ബൻഡ് ലുലുവിലേക്കാണ് ഡയറക്റ്റ് വന്നത് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഒരുപാട് നാളായിട്ട് വിചാരിക്കുകയാണ് സിസ്ലിംഗ് ബ്രൗണി കഴിക്കണമെന്ന്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ പേർക്ക് അറിയുന്നുണ്ടാവും, ഇത് ചെറിയൊരു തണുപ്പുണ്ടാവും, പിന്നെ നല്ല ചൂടുമാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് അപ്പം തന്നെ കഴിച്ച് നോക്കരുത്. ഫസ്റ്റ് ടൈം കഴിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് വായിൽ വെക്കുമല്ലോ, ഭയങ്കര പൊള്ളണ ചൂടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടാ. അങ്ങനെ പിന്നെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടോ കാണുന്നവരെ ബൈ, താങ്ക് യു.